صلى الله على محمد صلى الله عليه وسلم بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته بسم الله الحمد لله اللهم صل على سيدنا محمد وعلى آل سيدنا محمد ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരിമാരെ, മാ യുദ്ആ ബിഹി ലിൽ മരീദ് ഇന്നത്തെ ഹദീസിന്റെ ക്ലാസ്സിൽ നമ്മളെ വിഷയം നമ്മൾ രോഗ സന്ദർശനം അതിന്റെ മഹത്വത്തെക്കുറിച്ച് പറഞ്ഞു. ഇനി രോഗിയെ സന്ദർശിക്കുമ്പോൾ രോഗിക്ക് വേണ്ടി എന്താണ് ദുആ ചെയ്തു കൊടുക്കേണ്ടത്? മാ യുദ്ആ ബിഹി ലിൽ മരീദ്, രോഗിക്ക് വേണ്ടി എന്താണ് പ്രാർത്ഥിക്കപ്പെടേണ്ടത്? عن عائشة رضي الله عنها أن النبي صلى الله عليه وسلم كان إذا اشتكى الإنسان الشيء منه أو كانت به قرحة أو جرح قال النبي صلى الله عليه وسلم بإصبعه هكذا. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നബി തങ്ങളായിരുന്നു ഇദസ്തകൽ ഇൻസാനു അശ്ശൈഅ മിൻഹു, നബിയോട് ഏതെങ്കിലും ഒരാൾ എന്തെങ്കിലും വിഷയത്തിൽ വിഷമം പറഞ്ഞാൽ, അസ്വസ്ഥത അല്ലെങ്കിൽ പരാതി പറഞ്ഞാൽ, എങ്ങനെ ഔകാനത് ബിഹി ഖുർഹത്തുൻ ഔ ജുർഹുൻ, ഒന്നെങ്കിലും മുറിവ് അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള കുരോ അല്ലെങ്കിൽ സോറെന്ന് പറയും, ഏതെങ്കിലും പുണ്ണോ എന്തെങ്കിലും ഉള്ളിൽ ശരീരം അങ്ങനെ മലീമസമാകുന്ന തരത്തില് അല്ലെങ്കിൽ പുഴു ഏതെങ്കിലും വന്നിട്ട് ബുദ്ധിമുട്ടുന്ന തരത്തിലുള്ള രോഗത്തിനാണ് ഖുർഹത്ത് എന്ന് പറയാം, സോറ് എന്ന് പറയുന്ന അല്ലെങ്കിൽ അൾസർ എന്നൊക്കെ പറയുന്ന രീതിയിൽ. ജുർഹ് അല്ലെങ്കിൽ നേരിട്ടുള്ള മുറി ഒക്കെ ആണെങ്കിൽ കാലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പറയും ഉസ്ബുഇഹി ഹക്കദ, നബിന്റെ വിരലിങ്ങനെ ആക്കിയിട്ട് നബി ഇങ്ങനെ പറയും. വിരലിങ്ങനെ ആക്കിയിട്ട് എന്നുള്ളത് വല്ലാ സുഫിയാൻ ഇബ്നു ഉയൈനത റാവി ഇത് റിവായത്ത് ചെയ്ത് സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹു സബ്ബാബതഹു, ചൂണ്ടുവിരല് ബിൽ അർളി, നിലത്ത് ഇങ്ങനെ ഭൂമിയിൽ ഇങ്ങനെ വെച്ചു. സുമ്മ റഫഅഹ, പിന്നെ അതിനെ ഉയർത്തി. നബി ഇങ്ങനെ പറയും ബിസ്മില്ലാഹി തുർബത്തു അർളിന ബിരീഖതി ബഅലിന യുഷ്ഫാ ബിഹി സഖീമുന ബിഇദ്നി റബ്ബിന. ബിസ്മില്ലാഹി, അല്ലാഹുവിന്റെ പേര് കൊണ്ട്, തുർബത്തു അർളിന, നമ്മുടെ ഭൂമിന്റെ മണ്ണ്, ബിരീഖത്തി ബഅലിന, നമ്മുടെ ചില ആളുകളിലെ നമ്മുടെ നിന്ന് ചിലരിലെ ഉമിനീരുകൊണ്ട്, യുഷ്ഫാ ബിഹി സഖീമുന, അതുകൊണ്ട് നമ്മുടെ രോഗി സഖീമ് ശിഫയാക്കപ്പെടും, ബിഇദ്നി റബ്ബിന, നമ്മുടെ റബ്ബിന്റെ ഇതിന് കൊണ്ട് എന്ന് വിരല് ഇങ്ങനെ നിലത്ത് വെച്ച് പിന്നെ രോഗിയുടെ അടുത്ത് വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ പറയുമായിരുന്നു എന്ന് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ റിവായത്ത് ചെയ്യുന്നു. ബിസ്മില്ലാഹി തുർബത്തു അർളിന ബിരീഖത്തി ബഅലിന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രോഗിക്ക് വേണ്ടിയുള്ള ഒരു ദുആയാണ്, ഒരു പ്രാർത്ഥനയാണ് ഇത് പറഞ്ഞത്. യുഷ്ഫാ ബിഹി സഖീമുന ബിഇദ്നി റബ്ബിന. സഹീഹുൽ ബുഖാരിയും മുസ്ലിം റിവായത്ത് ചെയ്താണ്. വഅൻഹ അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആയിഷ റളിയല്ലാഹു അൻഹ റിവായത്ത് ചെയ്യുന്ന വേറെ ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാന യഊദു ബഅദ അഹ്ലിഹി, നബി ചില ആളുകൾ, തന്റെ ചില കുടുംബക്കാരെ നബി സന്ദർശിക്കുമായിരുന്നു. അങ്ങനെ ആ സമയത്ത് യംസഹു ബിയദിഹിൽ യുംന, വലത് കൈ കൊണ്ട് നബി തങ്ങൾ തടവും. വയഖൂലു, അഥവാ രോഗിയൊക്കെ സന്ദർശിക്കുമ്പോൾ വലത് കൈ കൊണ്ട് ആ രോഗിയെ ഒന്ന് തടവിയിട്ട് നബി ഇങ്ങനെ ദുആ ചെയ്യുമായിരുന്നു. അല്ലാഹുമ്മ റബ്ബൻ നാസി അദ്ഹിബൽ ബഅസ വഷ്ഫി അൻത ശാഫി ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക ശിഫാഅൻ ലാ യുഗാദിറു സഖമ. അപ്പോ രോഗിയെ സന്ദർശിക്കുമ്പോൾ വെറുതെ സന്ദർശിച്ചിട്ട് പോന്നാ പോരാ, അവിടെ കുറെ വർത്തമാനമൊക്കെ പറഞ്ഞ് അവരെ കുറെ കഥകളൊക്കെ പറഞ്ഞ് ഈ രോഗിയെ പേടിപ്പിക്കുന്ന തരത്തിൽ വേറെ ഒരുപാട് ചരിത്രങ്ങളും ഇങ്ങനെ അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ രോഗിയെ കാണുമ്പോൾ മുഅ്മിനായ മനുഷ്യർക്കുള്ള സുന്നത്ത് ഒന്ന് സമാധാനിപ്പിക്കലും ഒന്ന് അവർക്ക് വേണ്ടി ദുആ ചെയ്തു കൊടുക്കലും അവരെ മന്ത്രിക്കലും ഒക്കെയാണ്. അപ്പൊ അത് ഏത് സാധാരണ ഉസ്താദ് മാത്രം പറഞ്ഞതല്ല, അതൊരു മുസ്ലിമിന്റെ ബാധ്യതയിൽപ്പെട്ടാണ്, സലാം പറയുന്ന പോലെ തന്നെ. അപ്പൊ നബിയുടെ വേറെ ഒരു ദുആയാണ്, ഒരു രോഗിയെ തടവിക്കൊണ്ട് നബി ഇങ്ങനെ പറയുമായിരുന്നു. അല്ലാഹുമ്മ റബ്ബൻ നാസി, പടച്ചവനെ, അദ്ഹിബിൽ ബഅസ, ഈ പ്രയാസം മാറ്റിക്കൊടുക്ക്, വഷ്ഫിനി, ശിഫ നൽക്, അൻത ശാഫി, നീയാണ് ശിഫ നൽകുന്നവൻ, ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക, പടച്ചവനെ നിന്റെ ശിഫ അല്ലാതെ, നിന് കൊടുക്കുന്ന രോഗശമനമല്ലാതെ വേറെ രോഗശമനമില്ല, അതുകൊണ്ട് പടച്ചവനെ നീ ശിഫ കൊടുക്കുക. എങ്ങനത്തെ ശിഫ അൻ ലാ യുഗാദിറു സഖമ, ഇനി ഒരു രോഗവും ബാക്കിയാവാത്ത തരത്തിലുള്ള ശിഫ നീ കൊടുക്കുക എന്ന് ദുആ ചെയ്യുമായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹീഹുൽ ബുഖാരി മുസ്ലിം റിവായത്ത് ചെയ്തതാണ്. അൻ അനസ് റളിയല്ലാഹു അൻഹു അന്നഹു ഖാല ലിസാബിത്തിൻ റഹിമഹുല്ലാ, അനസ് റളിയല്ലാഹു അൻഹു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, അല ഉർഖീക ബിറുഖിയത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുടെ മന്ത്രം കൊണ്ട് ഞാൻ നിങ്ങളെ മന്ത്രിക്കട്ടെയോ?
രോഗിയായി കിടക്കുന്ന സാബിത്ത് അള്ളാഹുവിന് പറയും, നബിന്റെ മന്ത്രം കൊണ്ട് ഞാൻ മന്ത്രിക്കട്ടെയോ? കാല സാബിത്ത് അള്ളാഹുവിന് പറഞ്ഞു, ബല, എപ്പ മന്ത്രിക്കും? കാല അല്ലാഹുമ്മ റബ്ബന്നാസി മുദ്ഹിബൽ ബഅസി ഇഷ്ഫി അൻത ശാഫി ലാ ഷാഫിയ ഇല്ലാ അൻത ഷിഫാഅൻ ലാ യുഗാദിറു സഖമ. ഇപ്പൊ നേരത്തെ പറഞ്ഞതിൽ ചെറിയ ഒരു വാക്കുകളുടെ ഉണ്ട്. അല്ലാഹുമ്മ റബ്ബന്നാസി, പടച്ചവനെ, മുദ്ഹിബൽ ബഅസി, പ്രയാസങ്ങളെ നീക്കിക്കൊടുക്കുന്നവനെ, ഇഷ്ഫി അൻത ഷാഫി, നീ ഷിഫ നൽകണം, നീ ഷിഫ നൽകുന്നവനാണ്, നീ ഷാഫിയാണ്, ലാ ഷാഫിയ ഇല്ല അൻത, നീയല്ലാതെ ഷിഫ നൽകുന്നവനില്ല, ഷിഫ അൻ ലാ യുഗാദിറു സഖമ, ഒരു രോഗവും ബാക്കിയാക്കാത്ത തരത്തിലുള്ള ഷിഫ നൽകണേ എന്ന് ദുആ ചെയ്തു കൊടുക്കുക. അപ്പൊ ഇതൊക്കെ ഈ അറബി നോക്കി പഠിക്കണം. അപ്പോൾ നമുക്കത് കൃത്യമായി മനസ്സിലാകും. അപ്പൊ അത് നമ്മൾ ദുആ ചെയ്തു കൊടുക്കണം രോഗിയെ സന്ദർശിക്കുമ്പോൾ. അതിലൊന്നും ഒരു മടിയും വിചാരിക്കാൻ പാടില്ല. അതാണ് ബാധ്യത. വേറെ കുറെ വർത്താനം പറഞ്ഞിട്ടൊന്നും രോഗിക്കൊന്നും കിട്ടാനില്ല. ചിലപ്പം പേടിക്കുക ചെയ്യുക കുറെ കഥകളൊക്കെ കേട്ടിട്ട്. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു ഖാൽ, സഅദ് റളിയല്ലാഹു അൻഹു പറയാണ്, ആദനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ എന്നെ സന്ദർശിച്ചു. ഫഖാല, എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, അല്ലാഹുമ്മ ശ്ഫി സഅദ, അല്ലാഹുമ്മ ശ്ഫി സഅദ, അല്ലാഹുമ്മ ശ്ഫി സഅദ, 3 പ്രാവശ്യം പടച്ചവനെ സഅദിന് ശിഫ കൊടുക്കണേ, സഅദിന് ശിഫ കൊടുക്കണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു. അപ്പോൾ ഇത് ഒരു ദുആയുടെ രൂപമാണ്. രോഗിയെ സന്ദർശിക്കുമ്പോൾ അല്ലാഹുവേ ഈ രോഗിക്ക് ശിഫ നൽകണേ, ഈ രോഗിക്ക് ശമനം നൽകണേ എന്നുള്ളത്. വേറെ പറയാവുന്നതാണ്, ഷഫാക്കല്ലാ ആഫാക്കുമുല്ലാ, അല്ലാഹു നിങ്ങൾക്ക് ആഫിയത്ത് നൽകട്ടെ, സുഖം നൽകട്ടെ, അല്ലാഹു നിങ്ങൾക്ക് ശിഫ നൽകട്ടെ. ഇങ്ങനെയൊക്കെ ആകണം, പ്രാർത്ഥനാ നിരതമാകണം മുസ്ലിമിന് ഈ വിഷയത്തിലും കാണേണ്ടത്. അബി അബ്ദില്ലാഹ് ഉസ്മാൻ ബിൻ അൽ-ആസ് റളിയല്ലാഹു അൻഹു അന്നഹു ശക്കാ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വജഅൻ. അബു അബ്ദുല്ലാ ഉസ്മാൻ ബിൻ അൽ-ആസ് റളിയല്ലാഹു അൻഹു നബിയോട് വേദന ഉണ്ട് എന്ന് പറഞ്ഞു. യജിദുഹു ഫി ജസദിഹി, ശരീരത്തിൽ എവിടെയോ വേദന ഉണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്ന് പറഞ്ഞു. ഫഖാല ലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ യദക അലല്ലദി യഅലമു മിൻ ജസദിക്, എവിടെയാണോ വേദനയുള്ളത് അവിടെ കൈയൊന്ന് വെക്ക്. ലാ യദക്, നിന്റെ കൈ വെക്ക്, അലല്ലദി യഅലം മിൻ ജസദിക, ശരീരത്തിൽ നിന്ന് എവിടെയാണോ വേദന ഉള്ളത് അവിടെ വെക്ക്. വഖുൽ, എന്നിട്ട് പറയും ബിസ്മില്ലാഹി സലാസ, ബിസ്മില്ലാ എന്ന് 3 പ്രാവശ്യം പറയും. വഖുൽ 7 മറാത്തിൻ, ഇനി 7 പ്രാവശ്യം അഊദു ബിഇസ്സത്തില്ലാഹി വഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വ ഉഹാദിർ. അഊദു ബിഇസ്സത്തില്ലാഹ്, അല്ലാഹുവിന്റെ ഇസ്സത്ത് കൊണ്ടും ഖുദ്റത്ത് കൊണ്ടും ഞാൻ കാവലിനെ തേടുന്നു. മിൻ ശർരി മാ അജിദു, ഞാൻ എത്തിക്കുന്ന എനിക്ക് വന്നിട്ടുള്ള എല്ലാറ്റിൽ നിന്നും, വ ഉഹാദിർ, ഞാൻ ഭയപ്പെടുന്ന എല്ലാറ്റിൽ നിന്നും. അപ്പൊ ഇതൊക്കെ ആത്മീയമായ ചികിത്സകൾ, ആത്മീയമായ പ്രാർത്ഥനകൾ, രോഗശമനം തേടലൊക്കെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യയിൽപ്പെട്ടതാണ്. നബിക്ക് ഒരു ശരീരത്തിൽ വേദന ഉണ്ടായപ്പോൾ നബിന്റെ അടുത്ത് വന്നിട്ടാ പറയുന്നത്, നബിയെ എനിക്ക് വേദന ഉണ്ട്. അപ്പൊ നബി പറഞ്ഞു കൊടുത്ത ഒരു രീതി ഇതാണ്, കൈ വേദന കൊടുത്ത് വെച്ചിട്ട് ഇത് ചൊല്ലി 3 പ്രാവശ്യം ബിസ്മി ചൊല്ലി, പിന്നെ 7 പ്രാവശ്യം അഊദു ബിഇസ്സത്തില്ലാഹി വ ഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വ ഉഹാദിർ എന്ന ദിക്ർ ചൊല്ലി. വഹു മുസ്ലിം. അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി പറഞ്ഞു, മൻ ആദാ മരീളൻ ലം യഹ്ദുറുഹു അജലുഹു, ഒരു രോഗിയെ ആരെങ്കിലും സന്ദർശിച്ചാൽ, എങ്ങനത്തെ രോഗി? ലം യഹ്ദുറുഹു അജലുഹു, അയാളുടെ അജലെത്തിയിട്ടില്ല, അതോ മരിക്കാൻ കിടക്കുന്ന രോഗിയൊന്നല്ല. അങ്ങനെയാണെങ്കിൽ ഫഖാല ഇൻദഹു 7 മറാത്തിൻ, അയാളുടെ അടുക്കൽ നിന്നുകൊണ്ട് 7 പ്രാവശ്യം പറയണം, അസ്അലുല്ലാഹൽ അലീം റബ്ബൽ അർശിൽ അലീം അൻ യശ്ഫീക, റബ്ബുൽ അർശിൽ അലീമായ അർശിന്റെ റബ്ബ് ആയ അല്ലാഹുവെ, നിന്നോട് ഞാൻ ചോദിക്കുന്നു, അൻ യശ്ഫീക, ഇയാളെ നിങ്ങളെ ശിഫ നൽകാൻ ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നു എന്ന് ഒരാൾ പറഞ്ഞാൽ, 7 പ്രാവശ്യം പറഞ്ഞാൽ, അസ്അലുല്ലാഹൽ അലീം റബ്ബൽ അർശിൽ അലീം അൻ യശ്ഫീക് എന്ന് 7 പ്രാവശ്യം പറഞ്ഞാൽ, ഇല്ല ആഫാഹുല്ലാഹു മിൻ ദാലിക്കൽ മറദ്, അല്ലാഹു എന്തായാലും ആ രോഗം ശിഫയാക്കി കൊടുക്കുമെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഒക്കെ അതേപോലെ ആ പാക്ക് ഇതിനോട് കൂടെ പറയണം, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. വ അൻഹു അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ ദഖല അലാ അറാബിയിൻ യഊദുഹു, നബി ഒരു അറാബിയെ സന്ദർശിക്കാൻ വേണ്ടിയിട്ട് പോയി, നബി അവിടെ പ്രവേശിച്ചു. വകാന ഇദാ ദഖല അലാ മൻ യഊദുഹു ഖാൽ, സാധാരണ പോലെ നബി അങ്ങനെ സന്ദർശിച്ച രോഗികളെ സന്ദർശിക്കാൻ വേണ്ടി ചെന്നാൽ നബി പറയും, ലാ ബഅസ തഹൂർ ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ് ഒക്കെ ശരിയായിക്കോളും, കുഴപ്പമില്ല, ലാ ബഅസ തഹൂർ ഇൻഷാ അല്ലാഹ്, അതുകൊണ്ട് ഇത് ചെല്ലലും സുന്നത്താണ്. റവാഹുൽ ബുഖാരി. നബി സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു അന്ന ജിബ്രീൽ അത്തൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാൽ, ജിബ്രീൽ അലൈഹിസ്സലാം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് നബിക്ക് രോഗമായപ്പോൾ വന്നു. എന്നിട്ട് ഫഖാല യാ മുഹമ്മദ് ഇസ്തകൈത, നബിയെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലും പ്രയാസമുണ്ടോ? ഖാല നഅം, ഉണ്ട്.
ഖാല എന്ന് പറഞ്ഞു ബിസ്മില്ലാഹി അർഖീക, അല്ലാഹുവിന്റെ നാമം കൊണ്ട് ഞാൻ നിങ്ങളെ മന്ത്രിക്കുന്നു. ബിസ്മില്ലാഹി അർഖീക മിൻ കുല്ലി ഷൈഇൻ യുഅ്ദീക, നിങ്ങളെ പ്രയാസപ്പെടുത്തുന്ന എല്ലാ വസ്തുവിൽ നിന്നും, മിൻ ശർരി കുല്ലി നഫ്സിൻ, എല്ലാ നഫ്സിന്റെ ഷർറിൽ നിന്നും, ഔ ഐനി ഹാസിദിൻ, എല്ലാ അസൂയാലുക്കളുടെ കണ്ണിൽ നിന്നും, അല്ലാഹു യശ്ഫീക്, അല്ലാഹു നിങ്ങൾക്ക് ശിഫ നൽകട്ടെ. ബിസ്മില്ലാഹി അർഖീക, ഞാൻ അല്ലാഹുവിന്റെ നാമം കൊണ്ട് നിങ്ങളെ മന്ത്രിക്കുന്നു എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം മന്ത്രിച്ചു കൊടുത്തതാണ്. ഇതും നമ്മൾ പഠിച്ചു വെക്കേണ്ട ഒരു പ്രാർത്ഥനയും മന്ത്രവുമാണ്. ബിസ്മില്ലാഹി അർഖീക മിൻ കുല്ലി ഷൈഇൻ യുഅ്ദീക മിൻ ശർരി കുല്ലി നഫ്സിൻ ഔ ഐനി ഹാസിദിൻ അല്ലാഹു യശ്ഫീക്. ബിസ്മില്ലാഹി അർഖീക. റവാഹു മുസ്ലിം. عن أبي سعيد الخدري رضي الله عنه وأبي هريرة رضي الله عنهما രണ്ടുപേരും റിവായത്ത് ചെയ്ത ഹദീസ് അന്നഹുമാ ഷഹിദ അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ രണ്ടുപേരും ഈ സാക്ഷ്യം പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ഖാല മൻ ഖാല അന്നഹു ഖാല, നബി പറഞ്ഞു, മൻ ഖാല, ഒരാൾ പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്നൊരാൾ പറഞ്ഞാൽ